ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ സ്മരിക്കുവാനും അങ്ങേക്ക് സേവനം ചെയ്യുന്നതിനുമായി ഞങ്ങളെ സമർപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിവിധ രംഗങ്ങളിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് വയസ്സായ ഞങ്ങൾക്ക് അങ്ങ് താങ്ങും ആയിരിക്കണമേ. ഞങ്ങളോടൊപ്പം ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ വീഴ്ചകളിൽ, കാഴ്ചകളിൽ, പ്രയാസങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തുകൊണ്ട് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കാരണവാനായ ദൈവമേ, അങ്ങയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും അങ്ങയുടെ മഹത്വം മറ്റുള്ളവരെ അറിയിക്കുന്നതിനുമായി ഞങ്ങളുടെ പരിശ്രമത്തെ, ഈ യോഗത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരുന്നുണ്ട്, കുളത്തിൽ ഗസ്റ്റ് ഉണ്ട്, അവിടെ താമസിക്കുകയാണ്. അച്ഛൻ ജോയിൻ ചെയ്യും. അച്ഛനെയും ഇവിടെ വന്ന എല്ലാവരെയും നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. നിങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിച്ചുകൊണ്ട്, നിങ്ങളുടെ ബുദ്ധിയെ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ആവാഹിച്ചുകൊണ്ട് കാണിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെ കബളിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വിദ്യയാണ് ഇന്ദ്രജാലം. നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാജിക് ഷോയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിക്കുന്നു.
ബാക്കിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ ഉണ്ടോ ഇല്ലയോ അവസാനം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടച്ച് ചെയ്യണോ ഉണ്ടല്ല അപ്പോഴേ ഇങ്ങോട്ട് പോയത് സെന്റർ ക്ലോസ് ചെയ്ത ഇപ്പോഴോ അപ്പോൾ അടുത്ത് നോക്കാം ഈ ബാഗിനകത്തെ കിട്ടാണ് ബാഗിനകത്ത് എടുത്താറുണ്ടല്ലോ ബാഗിനകത്ത് ഓക്കെ ഉടനെ അറബി മാജിക് എന്താണ് ഞാൻ ആ എന്തായാലും കാണിക്കാം അപ്പൊ ഞാൻ ആ 4 കയ്യിലോട്ട് അറബിക്ക് ഏറ്റവും വന്ന തലന്റെ കെട്ട് അടിക്കാണ് അതിന്റെ അരിയിൽ കൈ വെച്ചപ്പോഴേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലല്ലേ അറബി കാണിച്ചത് മലയിട്ടതിലല്ലേ കാണിച്ചത് ഇതല്ല അപ്പൊ മുൻപ് സംശയിച്ച പുറകിൽ വല്ലതും വെച്ചിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആ ചെയിൻ വന്നില്ലെങ്കിൽ എനിക്ക് ആ തലയെ കെട്ടുകൊണ്ടാണ് ഞാൻ ആകെ പറഞ്ഞു ഞാൻ എന്റെ ഗുരുവിനെയൊക്കെ സാറിനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മന്ത്രമാണ് ഈസിയല്ല ഇവിടെ പെട്ടി ആരെങ്കിലും ഇല്ലല്ല 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 പോയി അറബിയുടെ അടി ചന്ദ്രത്തിൽ പാതി വെച്ചു
പാത്രവുമായി ഞങ്ങളെത്തു പാടും. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാരം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. അപ്പൊ ഞാനൊരു ചെറിയ കഥ, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയൊരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിമനോഹരമായ ഒരു ഗ്രാമം, മലനിരകളും പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശങ്ങളും കാട്ടാറും കൊച്ചരുവികളും നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം. അവിടെ ഒരു 10-15 കുടുംബങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു വരികയാണ്. അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്ത് അവർ നിത്യം അവരുടെ ചിലവ് നടത്തിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു അല്ലയുമില്ല, വലിയ സന്തോഷം. ആ ഗ്രാമത്തില് സ്കൂളില്ലാത്തത് കൊണ്ട് ആ കുട്ടികളെല്ലാം അടുത്ത ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിലാണ് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഈ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഇവര് ഈ പച്ചക്കറികളെല്ലാം ശേഖരിച്ച് കാളവണ്ടിയിൽ കയറ്റി അടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ട് ശേഖരിക്കുകയും ചെയ്യുകയാണ് പതിവ്. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ഒരു വണ്ടി, അന്ന് വില്ല് വണ്ടിയാണ്, അത് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും കണ്ടു കാണും. ഒരു കൂടാരം പോലെ കെട്ടി ഒരു കാളയാണ് ആ വണ്ടി വലിച്ചു പോകുന്നത്. അപ്പൊ കുട്ടികളെല്ലാം അടുത്ത പട്ടണത്തില് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം വരുമ്പോൾ കുട്ടികളെ വിറ്റുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഈ കാലവർഷം വന്നു, വേനൽ വന്നു, മഞ്ഞുകാലം വന്നു, ഇതെല്ലാം കടന്നുപോയി. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. ഒരു തവണ കാലവർഷം വന്നപ്പോൾ അത് ഭയങ്കരമായി. ഒരു ഭയങ്കരമായ മഴയും കാറ്റ്, അതിശക്തമായ കാറ്റ് ഓടിച്ച് അവരുടെ കൊച്ചു കുടിലുകളുടെ മേൽക്കൂരെല്ലാം തകർന്നുപോയി. കൃഷിസ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി. അങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അവരെല്ലാവരും അവിടുന്ന് കാളവണ്ടികളിൽ കിട്ടാവുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഈ കൂട്ടത്തില് 2 ഗർഭിണികൾ ഉണ്ടായി. അപ്പൊ അവർ രണ്ടുപേരെയും ഈ വില്ലുവണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം കിട്ടുന്ന സാധനങ്ങളെല്ലാം ജാതികളൊക്കെ പൊതിഞ്ഞ് കുട്ടികളെല്ലാം കുറെ പേരൊക്കെ കാളവണ്ടിയിലും അവർക്ക് പുറപ്പെട്ടൊക്കെ പോയി അങ്ങനെ യാത്ര പോകും. അങ്ങനെ പോയി ഇവര് ഗ്രാമത്തിന്റെ അതിർത്തി കടന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നപ്പോ രാത്രിയായി കഴിഞ്ഞപ്പോ അടുത്ത ഗ്രാമത്തില് കുറെ കൂടെ കടന്നുപോയപ്പോ ഈ ഗ്രാമങ്ങളിൽ അന്നത്തെ കാലത്ത് സത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇതില് വലിയതായിട്ട് റിസോർട്ട് മറ്റു സർവ്വ സൗകര്യങ്ങളാണ് ആളുകൾക്ക് താമസിക്കാനൊക്കെ ഉള്ളവർ ചെയ്തിട്ടുണ്ട്. അന്ന് സത്രങ്ങളാണ്, വലിയൊരു ഹാളായിരിക്കും. വരുന്നവർക്ക് തങ്ങാം, പിറ്റേ ദിവസം പോകാം. മറ്റു സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല. അത് വേണമെങ്കിൽ അവിടെ സത്രം സൂക്ഷിപ്പുകാരുണ്ട്, അവരോട് പറയുമ്പോഴും അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സൂക്ഷിപ്പുകാരൻ ചെയ്തു കൊടുക്കും. അങ്ങനെ എല്ലാവരും കിടന്നു. ഈ 2 ഗർഭിണിയായ സ്ത്രീകളെ ഒരു വശത്ത് അവർ രണ്ടുപേരും വെച്ച് കിടത്തിയിട്ട് തുണി കൊണ്ടൊക്കെ മറച്ച് ഇവരെല്ലാം ഈ ക്ഷീണം കൊണ്ട് എല്ലാവരും കുറഞ്ഞു. നേരം വെളുത്തപ്പോ ഈ 2 സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം. ഇവരെല്ലാവരും ഉണർന്നു നോക്കി. ആ 2 സ്ത്രീകൾ പ്രസവിച്ചതില് ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഒരു കുഞ്ഞ് ജീവനുണ്ട്. അപ്പോ എല്ലാവരും ചോദിച്ചു നോക്കി, മറ്റൊരു കുഞ്ഞിനെ അവരെ മാറ്റി കുഴിയെടുത്ത് കുഴിച്ചിട്ടു. അപ്പൊ ഇവരെ ചോദിച്ചു ഈ കുഞ്ഞാരുടേതാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഈ 2 സ്ത്രീകളിൽ പറഞ്ഞു ഇതെന്റേതാണ്. മറ്റേ സ്ത്രീ പറഞ്ഞു ഇതെന്റേതാണ്. 2 തർക്കമായി. അപ്പൊ ഇവരെ കൂട്ടത്തിലുള്ള മുതിർന്ന ആളുകൾ ചോദിച്ചു, പിന്നെ സത്യം പറയും, ഇത് ആരുടെയും സത്യം പറഞ്ഞാൽ നോക്കിട്ട് വെച്ച് പ്രശ്നം തീരും കൊണ്ടുപോകും. അപ്പോ ആ സത്രം സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഈ തർക്കം തരുന്നില്ലെങ്കിൽ
നമ്മുടെ ഗ്രാമത്തലവനുണ്ട്. പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയ പുള്ളി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്രാമത്തലവന്റെ അടുത്തുള്ള പരാതി പറഞ്ഞു. ഗ്രാമത്തലവൻ പറഞ്ഞു, ശരി, അവർ രണ്ടുപേരും എന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. രണ്ടുപേരും കൊണ്ടു. അപ്പൊ ഗ്രാമത്തലവനോട് വീണ്ടും ചോദിച്ചു, ആരാണ്? നിങ്ങൾ സത്യം പറയും, ഈ കുഞ്ഞ് ആരുടേതാണ്? അപ്പൊ രണ്ടുപേരും പറഞ്ഞാൽ എന്റേതാണ്, ഇതെന്റെ കുഞ്ഞാണ്, ഇത് ഞാൻ അവൾക്ക് കൊടുക്കില്ല. ഈ സ്ത്രീ പറഞ്ഞു, ഇതെന്റെ കുഞ്ഞാണ്, ഞാൻ അവൾക്ക് കൊടുക്കും. അപ്പൊ ഗ്രാമത്തലവനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ വരൂ, ഇതിന്റെ വിധി ഞാൻ നാളെ പറയാം. അങ്ങനെ പോയി. നാളെ വന്നു. അടുത്ത ദിവസം എല്ലാവരും പോയി. എന്ന് വീണ്ടും ഗ്രാമത്തലവനോട് ചോദിച്ചു, സത്യം പറയും. ഇല്ല, ഇതെന്റെ കുഞ്ഞാണ്. രണ്ടുപേരും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോ ഗ്രാമത്തലവൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഈ കുഞ്ഞിനെ രണ്ടായിട്ട് മുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. ഒരു സ്ത്രീ സമ്മതിച്ചു, എനിക്ക് സമ്മതം. അപ്പൊ ഒരു സ്ത്രീ പറഞ്ഞു, വേണ്ട, ഈ കുഞ്ഞിനെ ആ സ്ത്രീക്ക് എന്നെ കൊടുത്തുകൊണ്ടു. അങ്ങനെ ഗ്രാമത്തലവന്റെ വിധി കൽപ്പിച്ചു. അതിന്റെ യഥാർത്ഥ അമ്മയ്ക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി, മറ്റേ സ്ത്രീക്ക് ഗ്രാമത്തലവൻ ശിക്ഷ നൽകി. അപ്പൊ ആ മാതൃസ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ്, ഒരു ഉദാത്തമായ ഉദാഹരണമാണ് നമ്മളുടെ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. അവിടെ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം അറിയാം കുഞ്ഞുങ്ങളെ എത്രമാത്രമാണ് അമ്മമാർ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് നന്ദി. ഇനി നമുക്ക് അടുത്ത മാസം ഇതേപോലെ കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആവണിത്തെന്നൽ പോലെ മനോവാടി ആത്മകജീനി ഒഴുകി വരൂ. തളിരില കയ്യാൽ തഴുകും നേരം അനുഭൂതിയിൽ ഞാൻ അലിഞ്ഞു ചേരും. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധി എഴുതി കവിത